പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് പല സംഘടനകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ സംസാരിക്കും. സാറേ, ആദ്യമായി പറയാനുള്ളത് പൊന്നാനിയിലെ കപ്പൽ നിർമ്മാണശാല സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ അതിനു ചുറ്റും താമസിക്കുന്നവർക്ക് നിരോധിത മേഖല എന്ന രീതിയിൽ താമസ യോഗ്യമല്ലാതാകും. ഇത്തരം ഘട്ടത്തിലെ പുനരധിവാസ പദ്ധതി എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. മത്സ്യബന്ധന തുറമുഖം എന്ന രീതിയിൽ മത്സ്യബന്ധനം പാടെ ഇല്ലാതാകും. മത്സ്യമേഖലയിലെ സംഘടനാ നേതാക്കളെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുകയോ പദ്ധതിയുടെ വിശദാംശങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇതിനു വേണ്ട നടപടികൾ ഉണ്ടാകണം. അതോടൊപ്പം താനൂർ ഹാർബറിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും ഒരുക്കിയിട്ടില്ല. ആ വിധ സംഗതികളൊക്കെ നേരത്തെ മത്സ്യത്തൊഴിലാളി STU നേതാവ് പറയും. ഈ കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാകുന്ന അഭ്യർത്ഥിക്കുക. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉമ്മർ കുട്ടുമ്പൽ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ പ്രതിനിധിയാണ്. സാർ, ഇപ്പോൾ നിലവിലുള്ള KMFR ആക്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കടലിൽ വിദേശികളും കോർപ്പറേറ്റ് മുതലാളിമാരും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയത്തിലും അവർ കടൽ അളന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പല നിയമങ്ങളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത വിധത്തിൽ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് കടലവകാശം കടലിൻ്റെ മക്കൾക്ക് എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്തണം എന്നതാണ് ആവശ്യം. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളി മേഖലയിൽ 3 കമ്മ്യൂണിറ്റിയാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി, മറ്റൊന്ന് ധീവര കമ്മ്യൂണിറ്റി, മറ്റൊന്ന് ലാറ്റിൻ കത്തോലിക്ക കമ്മ്യൂണിറ്റി. ഇവിടെ ധീവര കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകമായ സംവരണമുണ്ട് നിയമനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ. അതേപോലെ തന്നെ ലാറ്റിൻ കത്തോലിക്കർക്ക് പ്രത്യേകമായ സംവരണമുണ്ട്. മുസ്ലിം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായ സംവരണമില്ല. അതുകൊണ്ട് അവിടെ വളരെ വിവേചനം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ സംവരണമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പൊതു സംവരണത്തിൽ അവിടെ മത്സരിച്ചെത്തിച്ചേരാൻ മത്സ്യത്തൊഴിലാളി മക്കൾക്ക് സാധ്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് വളരെ പ്രധാനത്തോടുകൂടി കാണണമെന്ന് അറിയിക്കുക. മറ്റൊരു കാര്യം, തീരദേശ ഹൈവേയാണ്. ആ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം, ഭൂമികളും വസ്തുക്കളും നഷ്ടപ്പെടുന്നവർക്ക് ഈ NH നഷ്ടപരിഹാരം കൊടുത്തതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് അറിയിക്കാം. അടുത്ത നമ്മുടെ ഓട്ടോണമസ് കോളേജ് അസോസിയേഷന്റെ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി. പരിഹാരം എന്നത് നമ്മുടെ കോഴ്സുകൾ പരിഷ്കരിക്കുക, സിലബസ് പരിഷ്കരിക്കുക, അതുപോലെ പുതിയ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവുക. ഈ ഓട്ടോണമസ് UGC ഓട്ടോണമസ് റെഗുലേഷനിൽ ഇതിനൊരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും നിയമം അതാണെങ്കിലും ഗവൺമെന്റും യൂണിവേഴ്സിറ്റികളും ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. ഈവൻ ഇവാലുവേഷൻ സിസ്റ്റം പരിഷ്കരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പലപ്പോഴും MG യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ സിലബസ് പരിഷ്കരിച്ച കോളേജുകളെ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ റീഡിസൈൻ ചെയ്ത കോളേജുകളെ വലിയ സംഖ്യ 5 ലക്ഷം 10 ലക്ഷം ഫൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് ഓട്ടോണമസ് കോളേജുകളെ ആസ് പെർ UGC റെഗുലേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സമയം ചുരുക്കം കൊണ്ട് സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ നിവേദനത്തിൽ അതുണ്ട്. അത് UGC റെഗുലേഷൻ കൃത്യമായിട്ട് പാലിക്കണം എന്ന് മാത്രം, അതിനുള്ള നടപടി സ്വീകരിക്കണം മാത്രമേ പറയാവൂ. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പറയുകയാണെങ്കിൽ MG കോളേജിലെ MG യൂണിവേഴ്സിറ്റിയിൽ 3 കോളേജുകൾക്ക് പറയുന്നുണ്ട്. സെൽഫ് ഫൈനാൻസിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ. സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ
പ്രതിനിധീകരിച്ച എല്ലാവർക്കും അറിയാവുന്ന പോലെ 2001 കാലഘട്ടത്തിൽ ആന്റണി സർക്കാരാണ് യഥാർത്ഥത്തിൽ ഈ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ കേരളത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായി വളർന്ന് വലിയ രീതിയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. പെർമനന്റ് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പെർമനന്റ് അഫിലിയേഷൻ കിട്ടുകയും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളെല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പെർമനന്റ് അഫിലിയേഷൻ കിട്ടുന്നില്ല. നമ്മുടെ സെൽഫ് ഫൈനാൻസ് കോളേജുകൾക്ക് ലഭിക്കുന്നില്ല, ആർക്കും തരുന്നില്ല. ഇവിടെ അതിന് അവർ പറയും NOCകൾ നമ്മൾ പുതുക്കുകയാണ്. എല്ലാ വർഷവും യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ പേയ്മെൻ്റ് അടക്കുകയും പുതുക്കുകയാണ് ചെയ്യുന്നത്. അത് 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ അടക്കുന്ന കോളേജിൽ പക്ഷെ ഞങ്ങൾ ആ തുക നൽകാൻ തയ്യാറാണ്. പക്ഷേ പെർമനന്റ് അഫിലിയേഷൻ എന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ സാലറി അടക്കമുള്ള മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിന് ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ വിധത്തിൽ എല്ലാവർക്കും കുട്ടികൾക്കും നമ്മുടെ പൊതുസമൂഹത്തിന് അതിൻ്റെ ഗുണം നമ്മുടെ ക്യാമ്പസുകളിൽ ലഭിക്കും. രണ്ടാമതൊരു വിഷയം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ സെൽഫ് ഫൈനാൻസ് ഞങ്ങളടക്കം നേരത്തെ സൂചിപ്പിച്ച എയ്ഡഡ് മേഖലയിലുള്ള സ്ഥാപനങ്ങളിലും അഡ്മിഷൻ ഗണ്യമായി കുറയും. സാർ അത് ടേക്ക് ഓവർ ചെയ്ത കാര്യമാണ്. ഇപ്പം ബ്രെയിൻ ഡ്രെയിൻ എന്ന വിഷയം. പക്ഷേ ഇതിലൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഒരുപാട് തട്ടുപൊളിപ്പൻ സ്ഥാപനങ്ങൾ അവരവരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർ ഡിസൈൻ ചെയ്ത കോഴ്സുകളുമായി അവർ തന്നെ അഡ്മിഷൻ എടുക്കുകയും സമൂഹത്തിലെ വിദ്യാർത്ഥികളെ വഴിതിരിച്ചു വിടുകയും ചെയ്യും. കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല ഇത് അക്രഡിറ്റേഷൻ ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.